ഹായ് ഓൾ, ഐ എം ഡോക്ടർ വിനി എലിസബത്ത് ജോസ്. ഞാൻ KM ചെറിയൻ ഹോസ്പിറ്റൽ കല്ലിശ്ശേരിയിലെ കൺസൾട്ടന്റ് പൾമനോളജിസ്റ്റാണ്. വേൾഡ് ആസ്മ ഡേ ആണ്. അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യാൻ ഇന്ന് ക്ലബ് FM-ൽ അനഘയോടൊപ്പം ഞാനുമുണ്ട്. വെൽക്കം ഡോക്ടർ, വെൽക്കം ടു ക്ലബ് FM. താങ്ക് യു വെരി മച്ച്. ഓരോ വർഷവും ആസ്മ ഡേയിൽ നമുക്ക് ഓരോ തീമാണ്. ആൻഡ് പെർട്ടിക്കുലർലി ഇത്തവണത്തെ തീം എന്താണ്, ആൻഡ് ആക്ച്വലി അത് എന്താണ് മീൻ ചെയ്യുന്നത്? ഈ 2025 വേൾഡ് ആസ്മ ഡേയുടെ തീമായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് മേക്ക് ഇൻഹേൽ ട്രീറ്റ്മെൻറ്റ്സ് ആക്സസിബിൾ ഫോർ ഓൾ എന്നുള്ളതാണ് തീം. അപ്പോൾ ഇതെന്താ ഉദ്ദേശിക്കുന്നത് ചോദിച്ചാൽ, ഇതുപോലത്തെ ഇൻഹേലർ പോലത്തെ ട്രീറ്റ്മെൻറ്റ്, ഇൻഹേലർ വെച്ചുള്ള മെഡിസിൻസ് ആണ് ശരിക്കും ആസ്മയുടെ ബേസ് ലൈൻ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ആ ട്രീറ്റ്മെൻറ്റ് എല്ലാവർക്കും ആക്സസിബിൾ ആവണം, അതിൻ്റെ ഇമ്പോർട്ടൻസ് എല്ലാവരും മനസ്സിലാക്കണം. ആസ്മ അറ്റാക്ക് ഉണ്ടാകുമ്പം യൂസ് ചെയ്യേണ്ടതാണെന്നും അതോടൊപ്പം അത് കൺട്രോൾ ചെയ്യാനും അതേ ഇൻഹേലർ തന്നെ യൂസ് ചെയ്യേണ്ടതാണെന്നും ഉള്ള ഒരു അവയർനെസ് നമുക്ക് പബ്ലിക്കിന് കൊടുക്കണം. അപ്പോൾ ഇൻഹേലറിനെ പേടിയുള്ള ഒരു സമൂഹമാണ്, ഒരു മെജോറിറ്റി ഓഫ് പോപ്പുലേഷനും ഇൻഹേലറോ എന്നൊരു ടെൻഷനുള്ള ആൾക്കാരാണ് കൂടുതലും വരുന്നത്. ഇൻഹെയിൽഡ് മെഡിസിൻസ് ആണ് ആസ്മയുടെ ഡെഫിനിറ്റീവ് ട്രീറ്റ്മെൻറ്റ് എന്നുള്ളത് പൊതുജനം മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ്. അതുകൊണ്ടാണ് ഈ ഒരു തീം ഈ വർഷം എടുത്തിരിക്കുന്നത്. സോ ഫ്രീക്വൻ്റ്ലി ഇൻഹേലർ എടുക്കുമ്പോൾ വരുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയായിരിക്കും? ശരിക്കും ഇൻഹേലറിൻ്റെ സൈഡ് ഇഫക്ട്സ് എന്ന് പറഞ്ഞാൽ വളരെ മിനിമലാണ്. എസ്പെഷ്യലി ഇപ്പോൾ ഇമ്മ്യൂണിറ്റി കുറവുള്ള ആൾക്കാരിൽ അല്ലെങ്കിൽ ഡയബറ്റിക് ആയിട്ടുള്ള ആൾക്കാരിലൊക്കെ ശരിക്കും നമ്മൾ ഇൻഹേലർ എടുത്തു കഴിഞ്ഞാൽ, അതായത് സ്റ്റിറോയിഡുള്ള ഇൻഹേലർ എടുത്തു കഴിഞ്ഞ് ശരിക്കും കുലുക്കുഴിയണമെന്ന് ഡോക്ടർ പ്രത്യേകം പറയും. അങ്ങനെ കുലുക്കുഴിഞ്ഞില്ലെങ്കിൽ ഈ സ്റ്റിറോയിഡിൻ്റെ അംശം തൊണ്ടയിലിരുന്ന് സൗണ്ട് വ്യത്യാസം, അല്ലെങ്കിൽ തൊണ്ടയിൽ പൂപ്പൽ, ഭക്ഷണം കഴിക്കുമ്പോൾ ഒരു രുചി വ്യത്യാസം, അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങളുണ്ടാവും. അതല്ലാതെ ഇൻഹേലറിന് ബ്ലഡിൽ കലർന്ന് ഇപ്പം സ്റ്റിറോയിഡ് എന്നുള്ളതാണ് ആൾക്കാരുടെ ഒരു ഭയം എന്നുള്ളത്. അപ്പം സ്റ്റിറോയിഡിൻ്റെ സൈഡ് ഇഫക്റ്റ് എന്തൊക്കെയാണ്? ഷുഗർ വരുന്നു, അസ്ഥിക്ക് തേയ്മാനം വരുന്നു. ഇത്തരം സൈഡ് ഇഫക്റ്റുകളൊന്നും ഇൻഹേൽ ചെയ്യുന്ന കോർട്ടിക്കോസ്റ്റെറോയിഡ് കൊണ്ട് ഉണ്ടാവത്തില്ല. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. സോ വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഇൻഹേലർ ആൻഡ് നെബുലൈസേഷൻ? സത്യം പറഞ്ഞാൽ ഈ രണ്ടെണ്ണത്തിനും സെയിം മെഡിസിൻ തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത്. ആ ഒരു ഡിവൈസ് ഓഫ് ഡെലിവറിക്ക് മാത്രമേ ഒരു ഡിഫറൻസ് ഉള്ളൂ. മെഡിസിൻ സെയിം ആണ്. ഒരു ഇൻഹേലർ വലിക്കുമ്പം ഞാൻ പേഷ്യൻസിനോട് പറയാറുണ്ട്, അവർ ആ ശ്വാസം വലിച്ചെടുത്ത് ഹോൾഡ് ചെയ്ത് ബ്രെത്ത് പിടിച്ചു വെച്ച് ഈ ഇൻഹേലർ എടുക്കുമ്പോൾ ഒരു ആഡ് ഓൺ എക്സസൈസും കൂടെ അതിൽ വരുന്നുണ്ട്. സോ അത് തന്നെ അവരുടെ ബ്രീത്തിങ് കപ്പാസിറ്റിയും കാര്യങ്ങളൊക്കെ ഇമ്പ്രൂവ് ചെയ്യിക്കും. നെബുലൈസേഷൻ നമ്മൾ എൻ സ്റ്റേജ് ഒരു ഡിസീസിലോ അങ്ങനത്തെ നമുക്ക് പറ്റത്തില്ലാത്ത കേസിലോ അതല്ലെങ്കിൽ ഇൻഹേലർ ടെക്നിക്ക് എത്ര നമ്മൾ ചെയ്തിട്ടും അവർക്കത് മനസ്സിലാവത്തില്ല എന്നുള്ള പേഷ്യൻസിനൊക്കെ നമ്മൾ നെബുലൈസേഷൻസ് കൊടുക്കുള്ളൂ. ബട്ട് ഡ്രഗ്സ് ഇൻസൈഡ് ആർ ബോത്ത് സെയിം. ഇത്രയും നേരം പറഞ്ഞത് ഇൻഹേലറിനെ കുറിച്ചാണ്. ആസ്മ രണ്ട് തരത്തിലാണോ? ആൻഡ് അതേപോലെ തന്നെ എന്താണ് ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം? സത്യം പറഞ്ഞാൽ അലർജിക് ആസ്മയും സെയിം തന്നെയാണ്. ഈ ആസ്മയ്ക്ക് പല കാരണങ്ങളുണ്ട്. അപ്പം അത് ഓരോ ട്രിഗേഴ്സ് ഉണ്ടാവാം. അപ്പോൾ ആ ട്രിഗേഴ്സ് അനുസരിച്ച് അതിൻ്റെ ഫീനോടൈപ്പിക്, അതായത് പുറത്തോട്ട് വരുന്ന ആസ്മ പല രീതിയിലായിരിക്കാം. അപ്പോൾ അതിലൊന്നാണ് ഈ അലർജിക് ആസ്മ എന്ന് പറയുന്നത്. അപ്പോൾ അതിന് കാരണം ഈ പോളൻസ്, ഡെസ്മൈറ്റ്സ്, എൻവയോൺമെൻറ്റൽ പൊല്യൂട്ടൻസ് അങ്ങനെയൊക്കെ ആവാം. അപ്പോൾ അതുപോലെ വേറെ പല ടൈപ്പ് ആസ്മയുണ്ട്. അതായത് ഒക്കുപേഷണൽ ആസ്മ, ചില പർട്ടിക്കുലർ ഒക്കുപേഷനിൽ പോകുമ്പോൾ മാത്രമേ ഈ സിംറ്റംസ് വരുന്നു. അല്ലെങ്കിൽ എക്സസൈസ് ഇൻഡ്യൂസ്ഡ് ആസ്മയുണ്ട്, ആസ്മ ഇൻ സ്മോക്കേഴ്സ് ഉണ്ട്, അതുപോലെ ആസ്പിരിൻ ഇൻഡ്യൂസ്ഡ്, ചില മരുന്ന് ഇൻഡ്യൂസ്ഡ് ആയിട്ട് ആസ്മയുണ്ട്. അപ്പോൾ അങ്ങനെ പല വെറൈറ്റീസ് ഉണ്ട്. അപ്പോൾ അതിലൊരു വെറൈറ്റി മാത്രമാണ് ഈ അലർജിക് ആസ്മ. ഓക്കെ, ഇപ്പോൾ ഈ അലർജിക് ആസ്മ ഉള്ള എനിക്ക് തോന്നുന്നു അതായിരിക്കും കുറച്ചും കൂടിയും സിവിയർ ആയിട്ട് വരുന്നത്. അതോ എല്ലാത്തിനും അത് മൈൽഡ് ഉണ്ട്, മോഡറേറ്റ് ഉണ്ട്, സിവിയറിറ്റി ഉണ്ട്. സിംറ്റമാറ്റിക്കലി ബാഡ് ആവുക എന്ന് പറയുമ്പോൾ എന്താ പറയുക, നമുക്കിപ്പം സംസാരിക്കാൻ പറ്റുന്നില്ല, കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, സംസാരിച്ച് സാച്ചുറേഷൻ കുറയുന്നു, ഹാർട്ട് റേറ്റ് ഭയങ്കരമായിട്ട് കൂടി, പേഷ്യൻറ്റിന് കിടക്കാൻ പറ്റുന്നില്ല, ഇരിക്കാൻ പറ്റുന്നില്ല, അത്ര മസിൽസ് എല്ലാം, ആക്സസറി മസിൽസ് എല്ലാം ഭയങ്കരമായിട്ട് വർക്കിംഗ്, ഇതിനെയൊക്കെയാണ് സിവിയർ ആകുമ്പം ഉണ്ടാകുന്നത്. മൈൽഡ് എന്ന് പറയുമ്പം ചെറുതായിട്ടൊരു ശ്വാസം മുട്ടൽ, ചുമ, അങ്ങനെ പറയാറുള്ളൂ. ബേസിക്കലി 4 സിംറ്റംസ് ആണ് ഇതിന്. അതാണ് അതിൻ്റെ ഒന്ന് ചെസ്റ്റ്. ചില ആൾക്കാർ വന്നിട്ട് നമ്മളോട് പറയുന്നത് അവർക്ക് വീസിങ് ഉണ്ടെന്ന്. അപ്പോൾ ചിലരുടെ ഒരു വിശ്വാസം വീസിങ് മാത്രമാണ് ആസ്മ എന്ന്. പക്ഷെ അങ്ങനെയല്ല. അപ്പോൾ വീസിങ് ഒരു സിംറ്റം മാത്രമാണ്. അതുപോലെ ഒരു സിംറ്റമാണ് ശ്വാസം മുട്ടൽ. മൂന്നാമതെണ്ണമാണ് ചെസ്റ്റ് കൺജഷൻ. ചിലർ നമ്മളോട് ഇതൊന്നും ഇല്ലാതെ ഞങ്ങൾക്ക് ചെസ്റ്റിൽ എന്തോ ഇരിക്കുന്ന പോലെ എന്ന് മാത്രം പറയുന്നവരുണ്ട്. 4മതുള്ളതാണ് ചുമ. ഈ 4ഉം ആസ്മയുടെ സിംറ്റംസ് ആണ്. 4 ഒരുമിച്ച് വരണമെന്നില്ല. അപ്പോൾ ചിലർ പറയും ഞങ്ങൾക്ക് ചുമ മാത്രമേ ഉള്ളൂ ഡോക്ടറെ, അപ്പോൾ അതെങ്ങനെ ആസ്മയാവുന്നേ? അപ്പം പൊതുജനത്തിന് ഇഷ്ടമില്ലാത്തൊരു പേരാണ് ആസ്മ. അപ്പോൾ ഞാൻ പറയും അലർജിക് എയർവേസ് എന്നൊക്കെ പറഞ്ഞ് ഞാൻ അവരെ സമാധാനിപ്പിക്കും. പക്ഷേ ഈ ഓരോ പൊല്യൂഷൻ അല്ലെങ്കിൽ ഒരു തണുപ്പടിക്കുമ്പോൾ അല്ലെങ്കിൽ പെർഫ്യൂംസിൻ്റെ സ്മെല്ല് അല്ലെ പുകയടിക്കുമ്പം ചുമ വിട്ടുവിട്ട് വരുന്നത് ആസ്മയുടെ ലക്ഷണം തന്നെയാണ്. ആൾക്കാർക്ക് ആ ഒരു വാക്ക് ഒരു ഭയമാണ് ആസ്മ എന്നൊരു വാക്കിനോട്. അപ്പം വീസിങ് മാത്രമല്ല, ഇങ്ങനത്തെ ഈ 4 സിംറ്റംസിൽ ഏതും, അതും ഇതിൻ്റെ ആസ്മയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇൻ്റർമിറ്റൻറ്റ് സിംറ്റംസ് ആണ്.
അതായത് പെർസിസ്റ്റന്റ് ആവുന്നത് വളരെ ലേറ്റ് ആയിട്ടാണ്. അപ്പോൾ ആൾക്കാർ ചോദിക്കുന്നത് അതിന് ഞങ്ങൾക്കുണ്ടോ, ഇടയ്ക്കിടയ്ക്കല്ലേ വരുന്നുള്ളൂ, അതൊരു ആൾക്കാരുടെ ഒരു സ്ഥിരം ഡൗട്ടാണ്. പക്ഷേ ഇതിൻ്റെ പ്രത്യേകത, ഇതിൻ്റെ ഡെഫിനേഷനിൽ തന്നെയുള്ള കാര്യമാണ്, ഈ 4 സിംറ്റമും ഡിഫറെൻറ്റ് വേരിയേഷനിൽ, ഡിഫറെൻറ്റ് ഫ്രീക്വൻസിയിൽ ഇൻ്റർമിറ്റൻ്റ് ആയിട്ടാണ് വരുന്നത്. ഫിക്സഡ് ആയിട്ട് സിംറ്റംസ് ലേറ്റ് സ്റ്റേജിലേ കാണത്തുള്ളൂ. അതും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഓക്കെ, ഇപ്പൊ ഫിക്സ്ഡ് ആയിട്ടുള്ള സിംറ്റംസ് കുറെ കൂടിയും വൈകി ലേറ്റ് സ്റ്റേജിൽ കാണുന്നത് കൊണ്ട് തന്നെ ആസ്മ ക്യൂർഡ് ആണോ? സി ടു ബി ഫ്രാങ്ക്, ആസ്മ ക്യൂറബിൾ എന്ന വാക്കിനൊരു ഒരു സ്റ്റേറ്റ്മെന്റ് ഒരു പ്രസക്തി ഇല്ല. ബട്ട് ഐ ക്യാൻ സേ ദാറ്റ് ആസ്മ ക്യാൻ ബി കംപ്ലീറ്റ്ലി കൺട്രോൾഡ്. ഈ കംപ്ലീറ്റ്ലി കൺട്രോൾഡ് എന്ന് പറയുമ്പം സിംറ്റം ഫ്രീ ആയിരിക്കും, കംപ്ലീറ്റ്ലി സിംറ്റം ഫ്രീ ആയിരിക്കും. ബട്ട് ഹി വിൽ ഹാവ് ദാറ്റ് ടെൻഡൻസി. ഇപ്പം യൂഷ്വലി ഐ യൂസ് ടു കമ്പയർ, ഈ ഒരു സംഭവം ഞാൻ ഷുഗറുമായിട്ട് പേഷ്യൻസിനെ കമ്പയർ ചെയ്യാറുണ്ട്. ഇപ്പോൾ സപ്പോസ് ഭയങ്കര ഹൈ ഷുഗേഴ്സ് ആയിരുന്ന ഒരു പേഷ്യൻറ്റ്, അവരോട് ഇൻസുലിനൊക്കെ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഡോക്ടർ പറഞ്ഞു എന്ന് വിചാരിക്കുക. അപ്പോൾ ഇൻസുലിനൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇവരോട് ഡയറ്റും എക്സസൈസും എല്ലാം ചെയ്ത് ഷുഗർ കൺട്രോൾ ചെയ്ത് അങ്ങനെ ചെയ്യുവാണെങ്കിൽ അങ്ങനെ മരുന്ന് നിർത്താൻ പറ്റുന്ന ആൾക്കാരും ഉണ്ട്. പക്ഷെ അയാൾക്ക് ആ ഒരു ടെൻഡൻസി ഉണ്ട് ബ്ലഡിൽ. അപ്പോൾ ഇങ്ങനെയുള്ള ഒരാൾ, ഓക്കെ ഇന്ന് എൻ്റെ ടാബ്ലറ്റ് എല്ലാം തീർന്നു, ഇനി അടുത്ത ആഴ്ച മുതൽ ഞാൻ അങ്ങ് പായസവും ഐസ്ക്രീമും എല്ലാം കെട്ടുകണക്കിന് അങ്ങ് കഴിക്കാം, എക്സസൈസ് ഒന്നും വേണ്ട എന്ന് ചിന്തിക്കുവാണെങ്കിൽ തിരിച്ചു വരും. സോ ഈ ആസ്മ എന്ന് പറയുന്നത് അതുപോലാണ്. ഇറ്റ് ക്യാൻ ബി കംപ്ലീറ്റ്ലി കൺട്രോൾ പ്രൊവൈഡഡ് നമ്മൾ നമ്മളുടെ ട്രിഗേഴ്സിൽ നിന്ന് മാറി നിൽക്കുക. പിന്നെ ഇൻഹേലർ കൃത്യമായിട്ട് എടുക്കണം. എടുത്തെടുത്ത് ടേപ്പർ ചെയ്ത് സ്റ്റോപ്പ് ചെയ്ത പേഷ്യൻസും എനിക്കുണ്ട്, ഇഷ്ടംപോലെ പേഷ്യൻസ് ഉണ്ട്. ട്രിഗേഴ്സ് വരുമ്പോൾ ചിലപ്പോൾ അവർക്ക് യൂസ് ചെയ്യേണ്ടി വരും. ഇതുപോലെ ചിലർ പറയാറുണ്ട്, എനിക്ക് ചെറുപ്പത്തിൽ വന്നായിരുന്നു, പിന്നെ ഡോക്ടർ കുറേ മരുന്നൊക്കെ തന്നു, പിന്നെ എല്ലാം മാറിയായിരുന്നു ഡോക്ടറെ, ഇപ്പോഴാണ് ഡോക്ടറെ വരുന്നത്. അങ്ങനെയല്ല, അത് ആ ഒരു സമയത്ത് അത് കംപ്ലീറ്റ്ലി കൺട്രോൾഡ് ആയി. പിന്നെ ക്വിസൻ്റ് ആയിട്ട് ബോഡിയിലുണ്ട്, പക്ഷെ അത് വെൽ കൺട്രോൾഡ് ആയിരുന്നു. അപ്പോൾ ആ കംപ്ലീറ്റ് ക്യൂർ എന്ന് പറയുന്നത് ഒരു കളത്തരമാണെന്നേ ഞാൻ പറയത്തുള്ളൂ. സോ അത് ഡിപ്പെൻഡ്സ്. അത് ഓൾസോ പേഴ്സൺ ടു പേഴ്സൺ അത് ഡിഫറെൻ്റ് ആണ്. ഇപ്പോൾ ഒരു കുടുംബത്തിൽ 2 കുട്ടികളുണ്ടെന്ന് വിചാരിക്കുക, 2 പേർക്കും ചെറുപ്പത്തിൽ ഒരുപോലെ സിംറ്റംസ് ഉണ്ടായിരുന്നെന്ന് വിചാരിക്കുക. 2 പേരെ ഒരു ഡോക്ടറെ തന്നെ കാണിച്ച്, അത് ഏതും ആയിക്കോട്ടെ, ഒരു ഡോക്ടറെ കൊണ്ട് തന്നെ കാണിച്ച് ട്രീറ്റ്മെൻറ്റ് എടുത്തു എന്ന് വിചാരിക്കുക. അപ്പോൾ അതെല്ലാം മാറി. പക്ഷെ ഒരാൾക്ക് ചിലപ്പം ഭാവി വരാം, മറ്റേയാൾക്ക് വരാതിരിക്കാം. സോ ഇൻഡിവിജ്വൽ പെർസ്പെക്റ്റീവും കൂടെ ഉണ്ട് അതിന്. ഇപ്പോൾ ഈ ഒക്കേഷണൽ ആസ്മയെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ ഞാൻ ആക്ച്വലി നമുക്ക് ഇമ്മ്യൂണിറ്റി കൂടിയുള്ള ആൾക്ക് ചിലപ്പോൾ ആസ്മ ഭയങ്കരമായിട്ട് കൺട്രോളബിൾ ആയിരിക്കും. സോ പേഴ്സൺ ടു പേഴ്സൺ ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ജെൻഡർ ടു ജെൻഡർ അത് ഡിഫറെൻ്റ് ആയിരിക്കുമോ? ജെൻഡർ ടു ജെൻഡർ അങ്ങനെ വലിയ ഡിഫറൻസ് പറയാറില്ല. പേഴ്സൺ ടു പേഴ്സൺ ഡിഫറൻസിന് നമ്മൾ പറയുന്ന ഇമ്മ്യൂണിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഒന്ന് പ്രതിരോധശേഷി എന്ന് പറഞ്ഞാൽ അൺകൺട്രോൾഡ് ഡയബറ്റിസ് ഉള്ള ആൾക്കാർക്ക് അലർജിക് ടെൻഡൻസിയും, കാരണം അവർക്ക് പെട്ടെന്ന് ഇൻഫെക്ഷൻ വരും. ഇൻഫെക്ഷൻ ആസ്മയുടെ ഒരു ട്രിഗറാണ്. അപ്പം നമ്മൾ പറയും അക്യൂട്ട് ഇൻഫെക്റ്റീവ് എക്സസർബേഷൻ എന്ന് പറയും. അപ്പം ഒരു വൈറൽ പനി വന്നാൽ, അല്ലെ ഒരു ബാക്ടീരിയൽ ഇൻഫെക്ഷൻ, ഒരു ന്യൂമോണിയ വന്നാൽ ഓൾറെഡി വലിവുള്ള ആൾക്ക് ചിലപ്പോൾ വലിവ് കൂടാം. അപ്പോൾ ആ ഇൻഫെക്ഷൻ ആസ്മേനെ ട്രിഗർ ചെയ്യും. അപ്പോൾ ഇൻഫെക്ഷൻ ഉണ്ടാവാൻ സാധ്യത കൂടുതലുള്ള ആൾക്കാർ ആരാ? പ്രതിരോധശേഷി കുറഞ്ഞവർ. ഇപ്പം സ്റ്റിറോയിഡ് പോലത്തെ, ഓറൽ സ്റ്റിറോയിഡ് പോലത്തെ മരുന്ന് എടുക്കുന്നവർ ആസ്മാറ്റിക് ടെൻഡൻസി ഉണ്ടെങ്കിൽ ആസ്മ കൺട്രോൾഡ് ആവാം, പക്ഷേ ഇൻഫെക്ഷൻ ഒക്കെ വരാൻ സാധ്യത കൂടുതലാണ്. അതുപോലെ ഡയബറ്റിസ് അൺകൺട്രോൾഡ് ആണെങ്കിൽ, അമിതവണ്ണം ഉള്ളവർ, ക്യാൻസർ പേഷ്യൻസ് അവർക്ക് അണ്ടർലൈങ് ഇതുണ്ടെങ്കിൽ, അപ്പോൾ ഇങ്ങനെയുള്ള പ്രതിരോധശേഷി കുറഞ്ഞവർക്ക് ആസ്മാറ്റിക് ടെൻഡൻസി കുറച്ച് കൂടുതലായിട്ട് കാണുന്നത്. ഓക്കെ, ഇപ്പോൾ ഈ അഗെയിൻ ഒക്കേഷണൽ ആസ്മ വരുന്നവർ അപ്പോൾ ഒഴിവാക്കേണ്ട സിറ്റുവേഷൻസ് അല്ലെങ്കിൽ ഫുഡ് എന്ന് പറയുമ്പോൾ അത് എന്തൊക്കെയായിരിക്കാം? ഈ ജനറലി ഈ ഫുഡ് അലർജി, ഇപ്പോൾ ഫുഡ് അലർജിയെ പറ്റിയാണ് പറയുന്നത്, അല്ലെങ്കിൽ അറ്റ്മോസ്ഫിയറിക് പൊല്യൂട്ടൻസ്, അറ്റ്മോസ്ഫിയറിക് അലർജൻസ്, എൻവയോൺമെന്റൽ അലർജൻസ്. അപ്പോൾ ജനറലി കാണുന്ന ഒരു സംഭവം എന്ന് പറയുന്നത് ഈ സീ ഫുഡ് ഐറ്റംസ്, ചില നട്ട്സ്, ഇതാണ് നോർമലി സാധാരണ ആൾക്കാരിൽ കാണുന്നത്. പക്ഷെ ഇത് എല്ലാവർക്കും ഇല്ല. ഇപ്പം 2 പേർക്കും ഇതേ സിംറ്റം ആണെങ്കിൽ ഒരാൾക്ക് ചിലപ്പോൾ സീ ഫുഡ് കഴിച്ചാൽ ഒരു കുഴപ്പമില്ലായിരിക്കും, മറ്റേ ആൾക്കേ ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ അതും പേഴ്സൺ ടു പേഴ്സൺ ഡിഫറൻസ് വരും. അറ്റ്മോസ്ഫിയറിക് ആയിട്ട് വരുന്ന അലർജൻസ് എന്ന് പറയുന്നത് കൂടുതലും ഡസ്റ്റ് മൈറ്റ്. അത് വളരെ കുട്ടികളിൽ വളരെ കോമൺ ആണത്. അപ്പോൾ അതിനൊക്കെ നമുക്ക് ട്രീറ്റ്മെൻ്റ് ഉണ്ട്. അലർജി ടെസ്റ്റ് വഴിച്ച് നമുക്ക് ഈ ഡസ്റ്റ് മൈറ്റ് അലർജി ഉണ്ടോ എന്ന് കണ്ടുപിടിച്ച് അത് സെൻസിറ്റൈസ്ഡ് ആയതുകൊണ്ടാണ് ഈ സിംറ്റംസ് വരുന്നത്. അപ്പോൾ അതിനെ ഡീസെൻസിറ്റൈസ് ചെയ്യാൻ ഇമ്മ്യൂണോതെറാപ്പി പോലത്തെ ഓപ്ഷൻസ് ഉണ്ട്. ഭയങ്കര സക്സസ്ഫുൾ ആണ് അതൊക്കെ. അത് കറക്റ്റ് പേഷ്യൻറ്റിനെ നമ്മൾ കണ്ടുപിടിക്കണം. ഒരു പേഷ്യൻറ്റ് പോപ്പുലേഷൻ കറക്റ്റ് ആയിരിക്കണം എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഡസ്റ്റ് മൈറ്റ് ആവാം, ചിലപ്പം ഫ്യൂംസ്, വീട്ടിൽ അച്ഛൻ സിഗരറ്റ് വലിക്കുന്നുണ്ടെങ്കിൽ അങ്ങനത്തെ കുഞ്ഞുങ്ങളിൽ ആസ്മാറ്റിക് ടെൻഡൻസി ഒക്കെ ഉള്ളവർക്കാണ് സിംറ്റംസ് വളരെ കൂടുതലും, ഫ്ലെയറപ്പും കാര്യങ്ങളൊക്കെ കൂടുതലുണ്ടായിരിക്കും. അതുപോലെ എന്താ പറയുക, ഒരു നിയർ ബൈ ഫാക്ടറി ഉണ്ടെങ്കിൽ ഡസ്റ്റ് സ്മോക്ക് കാര്യങ്ങൾ, ഇത്തരം ഫ്യൂംസ്, ഡസ്റ്റ് മൈറ്റുകൾ,
ചിലപ്പം പോളൻ ഗ്രെയിൻ, ചില പോളൻസ് ചിലർക്ക് അലർജി ആയിട്ട് വരാം, ചിലർക്ക് പൂച്ച, പട്ടി, അതിന്റെ ചിലർക്ക് അങ്ങനെയും വരാം. അപ്പം ഇതൊക്കെ എൻവയോൺമെന്റിലുള്ള ചില സാധനങ്ങളാണ്. അപ്പം ഈ ട്രിഗേഴ്സ് എല്ലാം നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റണം. പക്ഷേ ഇപ്പോൾ ഈ ഫാക്ടറിയിലൊക്കെ വർക്ക് ചെയ്യുന്ന ആളുടെ കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ ഈ ചില്ലിന്റെ ഫാക്ടറിയിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് നോർമലി വരുന്ന ഒരു കാര്യമാണ് ഈ ആസ്മ എന്നൊക്കെ പറയുന്നത്. അപ്പം അവർക്കൊക്കെ ക്യൂർ ചെയ്യാന്ന് പറയുന്നത് എത്രമാത്രം പോസിബിൾ ആണ്? സത്യം പറഞ്ഞാൽ ഇപ്പം ഒരു കോൾ ഫാക്ടറി വർക്ക് ചെയ്യുന്ന ഒരാൾ, അല്ലെ ഒരു ഗ്രാനൈറ്റ് ഫാക്ടറി, കൂടുതലും ഇപ്പം വെളിയിലുള്ള പേഷ്യൻസ് ഒത്തിരി പേര് അങ്ങനെ നമ്മളുടെ അടുത്ത് ചെക്കപ്പിന് വരാറുണ്ട്. സത്യം പറഞ്ഞാൽ ഇവർക്ക് ആസ്മ അല്ലാതെ വേറെ ലങ് ബേസ്ഡ് ആയിട്ടുള്ള വേറെ ചില പ്രശ്നങ്ങളും ഉണ്ടാവാം. ഇത്തരം ഇൻഹെയിൽഡ് പാർട്ടിക്കിൾസ് അകത്തു പോകുന്ന വഴി ഉണ്ടാകുന്ന വേറൊരു അസുഖം കൂടെ ഉണ്ട്. അതിനെ ഹൈപ്പർ സെൻസിറ്റിവിറ്റി ന്യൂമോണൈറ്റിസ് എന്ന് പറയും. അപ്പോൾ ആസ്മ ഉണ്ടാകുന്നത് കൊണ്ട് ലങ്സിന്റെ ഉള്ളിൽ തഴമ്പോ പാടുകളോ ഉണ്ടാകത്തില്ല. പക്ഷേ ഈ രണ്ടാമത് ഞാൻ പറഞ്ഞ ഈ ഹൈപ്പർ സെൻസിറ്റിവിറ്റി ന്യൂമോണൈറ്റിസിൽ അങ്ങനെയുള്ളവരിൽ ലങ്സിൽ ഒരു പാടുണ്ടാവും. ആ പാട് ഉണ്ടായിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അത് തഴമ്പാവാം. അതിനെ നമ്മൾ ഇൻറ്റർസ്റ്റീഷ്യൽ ലങ് ഡിസീസ് അല്ലെങ്കിൽ ഒരു ഫൈബ്രോസിസ് നമ്മൾ പറയത്തില്ല, കോവിഡിന്റെ സമയത്ത് എല്ലാവരും കേട്ടിട്ടുള്ളൊരു പേരാ ഫൈബ്രോസിസ് ഉണ്ടായി, സ്കാർ ഉണ്ടായി. അപ്പോൾ ഈ കോൾ പോലത്തെ പാർട്ടിക്കിൾസ് അകത്ത് കയറുമ്പം ചില പ്രീഡിസ്പോസിങ്, അത് കുറച്ച് ഇതായിട്ടുള്ള ആൾക്കാർക്ക്, ചിലർക്ക്, എല്ലാവർക്കും വരണം എന്നില്ല, അതിലും ജനറ്റിക് പ്രീഡിസ്പോസിഷൻ ഉണ്ട്, അവർക്ക് ഈ ഹൈപ്പർ സെൻസിറ്റീവ് ന്യൂമോണൈറ്റിസും വരാൻ സാധ്യതയുണ്ട്. അത് വന്നാൽ പിന്നെ ലോങ് ടേം ട്രീറ്റ്മെൻറ്റ് വേണ്ടി വരും. ചില ആൾക്കാർക്ക് 3 months മതി, ചില ആൾക്കാർക്ക് 6 months മതി, ചില ആൾക്കാർക്ക് ആ തഴമ്പ് വന്നാൽ പിന്നെ പോകത്തില്ല. അപ്പോൾ ഇങ്ങനെയുള്ളവരോട് നമ്മൾ പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഈ ജോലി സ്ഥലത്ത് ആവശ്യമായ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെൻറ്റ്സ്, ആ പാർട്ടിക്കിൾസ് അകത്ത് പോകാതെ ആവശ്യമായ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെൻറ്റ്സ് അവർ യൂസ് ചെയ്യുക. 2 വർഷാവർഷം എക്സ്റേയും ലങ് കപ്പാസിറ്റിയും ടെസ്റ്റ് ചെയ്യുക. ഇത്തരം കാര്യങ്ങൾ അവരുടെ ലങ് ചെക്കപ്പിന്റെ ഭാഗമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ സപ്പോസ് ഇപ്പോൾ അതിലൊരു ഡ്രോപ്പ് ഉണ്ട്, അവരുടെ സിംറ്റംസ് കൂടുന്നതാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ആസ് എ ഡോക്ടർ ഞാൻ അവരോട് ഈ ജോലി മാറ്റാൻ പറയേണ്ടി വരും. അതാണ് അവസ്ഥ. ഇപ്പോൾ ഏജ് ഡിഫറൻസ് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ മെഡിസിൻ ചിലവർക്ക്, ചില ഏജിലുള്ള കുട്ടികൾ അല്ലെങ്കിൽ ചില ഏജിലുള്ള ഓൾഡ് ഏജ് ആയിട്ടുള്ള ആൾക്കാർക്ക് ചിലപ്പോൾ മെഡിസിൻ പറ്റില്ല. അപ്പോൾ അങ്ങനത്തെ ഏജ് വൈസ് നോക്കുമ്പോൾ കുട്ടികളിൽ ആസ്മ വരാം, ഓൾഡ് ഏജ് പീപ്പിൾ ആസ്മ വരുന്നുണ്ട്. അപ്പോൾ അവർക്കൊക്കെ എങ്ങനത്തെ കൈൻഡ് ഓഫ് മെഡിസിൻസ് ആയിരിക്കും ഏറ്റവും പ്രിഫറബിൾ ആയിരിക്കുക? എന്നും ഇൻഹേലേഴ്സ് ആണ് പ്രിഫറബിൾ. എപ്പോഴും കുഞ്ഞുങ്ങളിലാണെങ്കിലും മുതിർന്നവരാണെങ്കിലും എപ്പോഴും ഇൻഹേലർ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ, ഒരു ടാബ്ലറ്റ് നമ്മൾ വാവഴി കഴിക്കുമ്പം അത് ലിവറിൽ പോയി മെറ്റബോളിസം ആയി പോവുക ചെയ്യുന്നത്. ഇൻഹേലർ എന്ന് പറഞ്ഞാൽ നേരെ ലങ്സിലോട്ടാണ് പോകുന്നത്. അപ്പം ആ മരുന്ന് നേരെ ലങ്സിൽ പോകുന്നതുകൊണ്ട് കൂടുതൽ ഇഫക്റ്റാണ് ഉണ്ടാക്കുന്നത്. ഇതേ മരുന്ന് തന്നെ വാവഴി വിഴുങ്ങുവാണെങ്കിൽ അത് ബ്ലഡിൽ കലർന്ന് പിന്നെ ലങ്സിലെത്തുമ്പം അതിൻ്റെ അളവ് വളരെ കുറവായിരിക്കും. നേരെ ലങ്സിലെത്തുന്ന മരുന്നാണ് എപ്പോഴും ആസ്മയെ പോലത്തെ അസുഖങ്ങൾക്ക് പ്രിഫറബിൾ. സോ ഡോക്ടർ മെയ് 6 നമ്മുടെ ആസ്മ ഡേ വരുന്നത്. ആൻഡ് KMCയിൽ നിന്ന് നമുക്ക് ഇത്രയും നേരം നമ്മുടെ ലിസണേഴ്സിൻ്റെ കൂടെ സ്പെൻഡ് ചെയ്തതിൽ ഒരുപാട് താങ്ക്സ്. അനഘയ്ക്കും ക്ലബ് എഫ്എമ്മിനും എൻ്റെ പേരിലും KM ചെറിയാൻ ഹോസ്പിറ്റലിൻ്റെ പേരും താങ്ക്സ് പറയുന്നു കേട്ടോ. താങ്ക് യു സോ മച്ച്.